ഹായ് ഓൾ. അപ്പം നമ്മൾ ഈ ചാനലിലിരിക്കുന്ന AWSൻ്റെ കോഴ്സ് യൂട്യൂബ് പ്ലേലിസ്റ്റ് ആയിരുന്നു. അതിപ്പോൾ അവരത് കോഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. ഇരിക്കുന്ന പ്ലേലിസ്റ്റ് കോഴ്സാക്കിയ സമയത്ത് അതിനൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അതായത് ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ പഠിക്കാം, എങ്ങനെയൊക്കെ പഠിക്കാം, അതിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഈ പറഞ്ഞിരിക്കുന്ന ഫ്യൂച്ചർ പ്ലാൻസ്, ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൽ തന്നെ വരാൻ പോകുന്ന ഫ്യൂച്ചർ പ്ലാൻസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആ കോഴ്സിന് ഇടാൻ തോന്നി. അതാണ് ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പം ആദ്യം തന്നെ ഇത് പഠിപ്പിക്കാൻ പോകുന്നത് AWSൻ്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. കംപ്ലീറ്റ്ലി മലയാളത്തിലിരിക്കുന്ന കോഴ്സായിരിക്കും. അപ്പം ക്ലൗഡ് എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം എമേർജിംഗ് ആയിട്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പം ഇന്ന് നമ്മൾ എല്ലാ കമ്പനീസും ഓൺ പ്രമിസിൻ്റെ അകത്താണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ എന്തായാലും അവർ പതിയെ പതിയെ ക്ലൗഡിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ക്ലൗഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സെക്യൂർ ആണ് എന്നുള്ള ഒരു മൊത്തത്തിലിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു. കുറച്ചും കൂടെ ഇന്നൊവേറ്റീവായിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് ടെക്നോളജി മാറ്റിയിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു എളുപ്പവും, പിന്നെ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരു സാധനം എന്നും നമുക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ഓൾ ദ കമ്പനീസും ക്ലൗഡിലോട്ട് പോകുന്ന ഒരു സാധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സ്കിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്ലൗഡ് പഠിക്കുക എന്നുള്ളത് ഒരു IT സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം വളരെ എസെൻഷ്യൽ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ AWSൻ്റെ അകത്തേക്ക് കാര്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അകത്ത് ഇന്ന് ലീഡർ ആയിരിക്കുന്ന മാർക്കറ്റ് ലീഡറാണ് AWS എന്ന് പറയുന്നത്. ഗൂഗിൾ ക്ലൗഡും മൈക്രോസോഫ്റ്റിൻ്റെ അഷ്യൂറും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ സ്റ്റിൽ AWS ആണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അകത്ത് ഏറ്റവും ലീഡർ ആയിട്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് അറിയുന്നത്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ടേംസ് എന്നൊക്കെ പറയുന്നത് ഏകദേശം എല്ലാത്തിലും ഒരുപോലെയാണ്. നമ്മൾ AWS പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലൗഡ് പഠിക്കുമ്പം അത് എളുപ്പമായിരിക്കും. ടേംസും അതിൻ്റെ കോൺസെപ്റ്റ് എല്ലാം കറക്റ്റായിട്ട് AWS പഠിക്കുമ്പോൾ തന്നെ പഠിച്ചു പോയാൽ വളരെ അങ്ങോട്ട് പിന്നെ ഗൂഗിൾ ക്ലൗഡോ അഷ്യൂർ പഠിക്കാനോ ഒക്കെ എളുപ്പമായിരിക്കും. കോൺസെപ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതിൻ്റെ ടേംസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ AWS യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ നിന്ന് നമ്മുടെ ക്ലൗഡ് എല്ലായ്പ്പോഴും പേ മോഡൽ ആണല്ലോ അല്ലേ. നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു അതിന് പേ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ AWSൻ്റെ കേസ് വരുന്ന സമയത്ത് AWSൻ്റെ അല്ല, ഏത് ക്ലൗഡിൻ്റെ അടുത്ത് കാര്യം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതേപോലൊരു ഫ്രീ ടയർ കിട്ടും. അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഈ കോഴ്സ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾ യാതൊരുവിധ പേയ്മെൻറ്റും AWSന് ചെയ്യേണ്ട സിറ്റുവേഷൻ ഇല്ല. ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു അക്കൗണ്ട് എടുത്തിട്ട് 12 മാസം വരെ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രീ അല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ കോഴ്സിൻ്റെ അകത്ത് നമ്മൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ബേസിക്കലി അത് പഠിച്ചാൽ മതി. ബേസിക് ആയിട്ടിരിക്കുന്ന നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ഫ്രീ ടയറിൽ ഇൻക്ലൂഡഡ് ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ. അത് കഴിഞ്ഞിട്ട് AWS ഈ പറഞ്ഞിരിക്കുന്ന സ്കിൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് AWSൻ്റെ അടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് സ്കിൽഡ് ആണ് എന്ന് ഓതൻറ്റിക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം എടുത്ത് അത് നമ്മളുടെ റെസ്യൂമിലും കാര്യങ്ങളിലെല്ലാം നമുക്ക് വെക്കാവുന്നതുമാണ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് AWSനെയും പറ്റിയിട്ട് പറയാനുള്ളത്. AWS ആണ് നമ്മൾ ഈ കോഴ്സിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ഇനിയിപ്പം ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. അതായത് അബ്സല്യൂട്ട് ബിഗിനേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളിൽ നമ്മൾ മെയിനായിട്ട് ഫൗണ്ടേഷൻ ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതാക്കും. എന്നിട്ട് പതിയെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് യാതൊരുവിധ പ്രയർ എക്സ്പീരിയൻസും വേണ്ട. ഞാൻ ഈ കോഴ്സിൻ്റെ അകത്ത് വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് പരമാവധി കാര്യങ്ങൾ പറയാൻ നോക്കുന്നത്. പലപ്പോഴും നമുക്ക് നമ്മുടെ നോർമൽ ലൈഫിലിരിക്കുന്ന റിയൽ ലൈഫ് ആയിട്ടിരിക്കുന്ന എക്സാമ്പിൾസിൻ്റെ അകത്ത് തന്നെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാമ്പിൾസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ് പരമാവധി പറയാൻ നോക്കുന്നത്. അപ്പോൾ മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. പ്രയർ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ കൂടി ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് പിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഈ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇത് ഏകദേശം AWSൻ്റെ ഫുൾ കോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം ഇത് ഓൺഗോയിങ് ആണ്. നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഏകദേശം 52 ചാപ്റ്റേഴ്സ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം വരാൻ പോകുന്നത് AWSൻ്റെ അകത്ത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ സർവീസസിനെ പറ്റിയിട്ടും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൻ്റെ അകത്ത് ചെയ്യും. അതായത് IAM, EC2, ലാംഡ, API ഗേറ്റ്വേ, RDS, DynamoDB അങ്ങനെ ഇരിക്കുന്ന കുറച്ച്
കുറച്ച് കാര്യങ്ങളെല്ലാം പഠിച്ചു പോകും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതുവരെ നോളജ് ഉണ്ടാക്കിയെടുക്കുന്നു. ഫൗണ്ടേഷൻ നോളജ്, ബേസിക് നോളജും അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലായിട്ടിരിക്കുന്ന നോളജും. നമ്മൾ മെയിനായിട്ട് മാനേജ്മെൻറ്റ് കൺസോൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. CLI വെച്ചിട്ടും ചെയ്യും. കുറച്ചും കൂടെ കോഴ്സ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ബോട്ടോ 3 അതായത് പൈത്തൻ്റെ കോഡിങ്ങും വെച്ചിട്ട് ചെയ്യും. പിന്നെ ക്ലൗഡ് ഫോർമേഷൻ പോലെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ ആർക്കിടെക്റ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടിരിക്കുന്ന കുറച്ച് പ്രിപ്പറേഷനും കൂടി ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഒഫീഷ്യലായിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം, അതിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന വേറൊരു സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സീരീസും ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കേഷൻ എടുക്കാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ നോളജും ഉണ്ടാവും. ആ റിയൽ നോളജ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എക്സാം എങ്ങനെ പാസ്സാവാം എന്നുള്ളതിൻ്റെ ഒരു പ്രിപ്പറേഷനും കൂടി ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്ത് ഉണ്ടാവും. ഓക്കെ, ഇനിയിപ്പം ഞാനിത് 52 ചാപ്റ്റേഴ്സിൻ്റെ അത് കഴിഞ്ഞു. അപ്പോൾ 52 ചാപ്റ്റേഴ്സ് കഴിഞ്ഞ സമയത്ത് പലരും എനിക്ക് ഫീഡ്ബാക്കായി തന്നൊരു കാര്യമാണ് ഇതിൻ്റെ അകത്തിരിക്കുന്ന വീഡിയോസിന് സ്ലൈറ്റ്ലി ലെങ്ത്ത് കൂടുതലാണ് എന്നുള്ളത്. നോർമലി നമ്മൾ ഇതേപോലെയുള്ള ട്യൂട്ടോറിയലിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ സ്ലൈറ്റ്ലി ലെങ്ത്ത് കൂടുതലാണ്. അതിൻ്റെ ഇൻറ്റൻഷനിലാണ് ബേസിക്കലി അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടിരിക്കുന്ന ഒരു ട്യൂട്ടോറിയലാണ്. അപ്പം അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന സാധനം നമ്മൾ ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി പിക്ക് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന റിയൽ ലൈഫ് എക്സാമ്പിൾസ് എല്ലാം പറഞ്ഞ് ചില കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. കാരണം പലപ്പോഴും നമുക്ക് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമെന്നില്ല. രണ്ടാമത്തെ തവണ കൂടി പറയുമ്പോഴേ അത് കറക്റ്റായിട്ട് അതാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും ഞാൻ വീഡിയോസിൽ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഇൻറ്റൻഷനലായിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടൊക്കെയാണ് പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോൻ്റെ ലെങ്ത് ഒരു 10 മിനിറ്റ്സ് ഒക്കെ എക്സ്ട്രാ വരുന്നത്. പക്ഷേങ്കിൽ അത് ഞാൻ ഈ കുറയ്ക്കാൻ പ്ലാനൊന്നുമില്ല. ബേസിക്കലി അത് അങ്ങനെ തന്നെ വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ആ 10 മിനിറ്റ് അഡീഷണൽ ഇടുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു നഷ്ടമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ തന്നെ വേറെ ട്യൂട്ടോറിയൽസൊക്കെ കാണുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതിനേക്കാളും നല്ലത് നമുക്ക് ഒരു 10 മിനിറ്റ്സ് എക്സ്ട്രാ ഇട്ടിട്ട് അത് എന്തായാലും എനിവേ നമ്മൾ 20 മിനിറ്റ്സ് ഇടുന്നത്, അതിൻ്റെ കൂടെ 10 മിനിറ്റ്സ് ഇട്ടിട്ട് 30 മിനിറ്റ്സ് കൊണ്ട് ആ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പം പലപ്പോഴും അത് സ്ലൈറ്റ്ലി ലെങ്തി ആയിരിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ AWSൻ്റെ തിയറി മാത്രമല്ല അതിൻ്റെ പ്രാക്ടിക്കലായിട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന സാധനം എങ്ങനെയായിരിക്കണം ഒരു എൻ്റർപ്രൈസ് ലെവലിലിരിക്കുന്ന പ്രൊജക്റ്റിൽ. അതായത് നിങ്ങളിപ്പം ഇത് പഠിച്ചിട്ട് ഒരു പ്രൊജക്റ്റിലോട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്രൊജക്റ്റിൻ്റെ അകത്ത് റിയൽ ലൈഫിൻ്റെ അകത്ത് അല്ലെങ്കിൽ റിയൽ സിനാരിയോസിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ഈ സർവീസസ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ മെയിനായിട്ട് നോക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്ന നോളജ് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ലെങ്തിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ മെയിൻ കോഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അത് ഇപ്പോഴും ഫ്രീ ആയിരിക്കും, ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. അതിന് പ്രത്യേകിച്ച് പെയ്ഡ് വേർഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ പാർട്ടായിട്ട് തന്നെ സൊല്യൂഷൻ ആർക്കിടെക്റ്റിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസും ഉണ്ട്. അതിനും പ്രത്യേകിച്ചിട്ട് പെയ്ഡ് ആയിരിക്കില്ല, കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷേങ്കിൽ അത് കൂടാതെ ഇതിൻ്റെ അകത്തൊരു സാമ്പിൾ പ്രൊജക്റ്റ് കൂടി കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് പഠിച്ച കാര്യങ്ങൾ എങ്ങനെ നമുക്കൊരു റിയൽ പ്രൊജക്റ്റിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പിൾ പ്രൊജക്റ്റും കൂടി ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് ഉണ്ടാകും. ഒരു ബേസിക് ആയിട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും. എല്ലാവർക്കും എളുപ്പത്തിൽ പിക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കും. GitHubൻ്റെ അകത്ത് കോഡും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ അത് ഒരു സ്ലൈറ്റ്ലി മെമ്പർഷിപ്പിൻ്റെ അകത്തിരിക്കുന്ന കാര്യം മാത്രമായിരിക്കും. അത് മാത്രം. അതായത് ആർക്കെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രൊജക്റ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയൊക്കെയാണ് നമ്മളുടെ നോളജ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു സാമ്പിളായിട്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കും. അത് മെമ്പർഷിപ്പിൻ്റെ അകത്ത് മാത്രം ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് മാക്സിമം സപ്പോർട്ട് മീ, സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, സൂപ്പർ താങ്ക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോ എനിക്കും കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പം മേ ബി ഒരു സെക്കൻഡ് 2-3 സെക്കൻഡ്സ് മാത്രമേ നിങ്ങൾക്ക് ഒരു ലൈക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ളൂ. പക്ഷേ അത് മാക്സിമം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം പരമാവധി നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മേ ബി ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നന്നായിരിക്കും.
ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ല, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കോഴ്സ് നമുക്ക് ഡേ ബൈ ഡേ അല്ലെങ്കിൽ വീക്ക് ബൈ വീക്ക് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് പോകാവുന്നതാണ്. ഫൈനലി നമുക്ക് ടുഗദർ ഒരു AWSൻ്റെ അകത്തിരിക്കുന്ന നല്ലൊരു നോളജ് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, ബൈ.